ഇന്ത്യയുടെ പ്രതിരോധ കരുത്തിന് വീണ്ടും ഒരു പൊന്തൂവൽ കൂടി. ശത്രുപാളയത്തിൽ വിറയൽ സൃഷ്ടിക്കാൻ നമ്മുടെ സ്വന്തം പിനാക റോക്കറ്റ് സംവിധാനം ഇപ്പോൾ കൂടുതൽ കരുത്താർജിച്ചിരിക്കുകയാണ്. ഇന്നലെ തിങ്കളാഴ്ച ഒഡീഷയിലെ ചാന്ദിപ്പൂരിൽ വെച്ച് ഇന്ത്യ പിനാകയുടെ പുതിയൊരു പതിപ്പ് വിജയകരമായി പരീക്ഷിച്ചു. 120 കിലോമീറ്റർ അകലെയുള്ള ശത്രുവിനെ വരെ തകർത്തെറിയാൻ ശേഷിയുള്ളതാണ് ഈ പുതിയ ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ്. എന്താണിതിന്റെ പ്രത്യേകതകൾ? ഇത് ഇന്ത്യൻ സൈന്യത്തിന് എത്രത്തോളം ഗുണം ചെയ്യും? വിശദമായി നോക്കാം. പിനാക എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരിക ഒരു ട്രക്കിന് മുകളിൽ ഘടിപ്പിച്ച റോക്കറ്റ് ലോഞ്ചറാണ്. നിമിഷങ്ങൾക്കുള്ളിൽ ഒന്നിനു പുറകെ ഒന്നായി 12 റോക്കറ്റുകൾ വരെ വിക്ഷേപിക്കാൻ ഇതിന് കഴിയും. ഇന്നലെ പരീക്ഷിച്ച പിനാകയുടെ ഏറ്റവും പുതിയ പതിപ്പിന്റെ പേര് LRGR-120 എന്നാണ്. ലളിതമായി പറഞ്ഞാൽ 120 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഗൈഡഡ് റോക്കറ്റ്. പണ്ട് പിനാക റോക്കറ്റുകൾക്ക് ഒരു നിശ്ചിത ദൂരമേ പോകാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ ഇതങ്ങനെയല്ല. 120 കിലോമീറ്റർ അകലെയാണെങ്കിൽ പോലും GPS സഹായത്തോടെ വളരെ കൃത്യമായി പിൻ പോയിന്റ് ആക്യുറസി ഇത് ശത്രുവിന്റെ തലയിൽ പോയി വീഴും. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നോ? ഈ പുതിയ റോക്കറ്റ് വിക്ഷേപിക്കാൻ പുതിയ വണ്ടിയോ ലോഞ്ചറോ ഒന്നും വേണ്ട. നിലവിൽ ഇന്ത്യൻ ആർമിയുടെ കയ്യിലുള്ള പിനാക ലോഞ്ചറുകൾ തന്നെ ഇതിനായി ഉപയോഗിക്കാം. ഇന്നലെ ഇന്ത്യയെ സംബന്ധിച്ച് ഒരിരട്ടി മധുരം നൽകിയ ദിവസമായിരുന്നു. ഒരു വശത്ത് DRDO ഈ റോക്കറ്റ് വിജയകരമായി പരീക്ഷിച്ചു. മറുവശത്ത് ഇതേ ദിവസം തന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം 79,000 കോടി രൂപയുടെ ആയുധങ്ങൾ വാങ്ങാൻ അനുമതി നൽകുകയും ചെയ്തു. ഇതിൽ നമ്മുടെ ഈ പുതിയ പിനാക റോക്കറ്റുകളും ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ ശത്രുക്കളുടെ ഡ്രോണുകളെ തകർക്കാനുള്ള സംവിധാനങ്ങളും അഥവാ ഇന്റഗ്രേറ്റഡ് ഡ്രോൺ ഡിറ്റക്ഷൻ ആൻഡ് ഇന്റർഡിക്ഷൻ സിസ്റ്റമും പുതിയ റഡാറുകളും വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ സൈന്യം ഹൈടെക്കായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ചുരുക്കം. പിനാക വെറുമൊരു റോക്കറ്റ് മാത്രമല്ല, ഇന്ന് ലോക വിപണിയിൽ ഇന്ത്യയുടെ അഭിമാനമാണ്. അർമേനിയ പോലുള്ള രാജ്യങ്ങൾ ഇതിനകം തന്നെ പിനാക സിസ്റ്റം ഇന്ത്യയിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ വൻപന്മാർ വരെ പിനാക വാങ്ങാൻ താൽപ്പര്യം കാണിക്കുന്നുണ്ട്. മേക്ക് ഇൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയകഥകളിലൊന്നാണിത്. ഇതിനൊപ്പം മറ്റൊരു പ്രധാന വാർത്ത കൂടി വരുന്നുണ്ട്. നമ്മുടെ തലസ്ഥാനമായ ഡൽഹിയെ ശത്രുക്കളുടെ മിസൈലുകളിൽ നിന്നും ഡ്രോണുകളിൽ നിന്നും സംരക്ഷിക്കാൻ ഇന്ത്യ സ്വന്തമായി ഒരു എയർ ഡിഫൻസ് സിസ്റ്റം തയ്യാറാക്കുകയാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഈ സുരക്ഷാ കവചം ആകാശത്ത് വെച്ച് തന്നെ ശത്രുക്കളെ ചാമ്പലാക്കാൻ ശേഷിയുള്ളതാണ്. DRDOയുടെ QRSAM മിസൈലുകളായിരിക്കും ഇതിന്റെ നട്ടെല്ല്. ചുരുക്കത്തിൽ, അതിർത്തിയിൽ വെല്ലുവിളികൾ ഉയരുമ്പോൾ ഇന്ത്യ അതിനെ നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്ന് തെളിയിക്കുകയാണ് ഈ പരീക്ഷണങ്ങൾ. 120 കിലോമീറ്റർ ദൂരപരിധിയുള്ള പിനാക എത്തുന്നതോടെ ശത്രുക്കൾ ഒന്ന് ഭയക്കുമെന്ന് ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ പ്രതിരോധ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.